ഒരു പ്രധാന ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ ആൾ ആ സമയത്ത് ഇല്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് വേറെ. ഇതൊക്കെ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടിരിക്കുകയാണില്ലേ. പലപ്പോഴും ഉദാഹരണത്തിന് യവനിക എന്ന സിനിമ തന്നെ കണ്ടു നോക്കിയാൽ യഥാർത്ഥത്തിൽ വസ്തുതയാണ്, അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് പലയിടത്തും. ഇപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കുന്നു, അവിടെയും പ്രശ്നങ്ങളുണ്ട്. റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കുന്നിടത്ത് ഇപ്പോൾ സാങ്കേതിക തകരാറുണ്ടായി കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. ഇതൊന്നും അല്ലാതെ സംഗീതം കൊടുക്കാം. ഇപ്പോൾ പിന്നെ നമ്മൾ ഹ്യൂമൻ വോയിസ് സംഗീതത്തിന് ഉപയോഗിക്കാം. അവിടെ ആർട്ടിസ്റ്റുകൾക്ക് തന്നെ പല രീതിയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാം, ചില രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാം. ഇതൊക്കെ തന്നെ തടസ്സം ഉണ്ടാക്കാത്ത രീതിയിൽ സംഗീതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ അടൂരിൻ്റെയോ അല്ലെങ്കിൽ ഷാജിയുടെയോ ഒക്കെ സിനിമയിൽ ഈ പാട്ടും മറ്റു കാര്യങ്ങളൊന്നും പ്രസക്തമല്ല. അതിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചില ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. അതുപോലെ നാടകങ്ങളിലും അങ്ങനെയൊക്കെ ചെയ്യാം. ഞങ്ങൾ ആർട്ടിക്ക് അവതരിപ്പിച്ചപ്പോൾ ഹ്യൂമൻ വോയിസ്, കുറേ കഥാപാത്രങ്ങളുടെ ചിരി, കൊട്ടുകൂടി കൊണ്ടുള്ള ചില പിന്നെ തട്ടലുകൾ, മുട്ടലുകൾ, ഇതൊക്കെ ആയിരുന്നു സംഗീതവുമായിട്ട് ഉപയോഗിച്ചത്. അതൊക്കെ എഫക്റ്റീവായിരുന്നെന്നാണ് നമുക്ക് കിട്ടിയ പ്രതികരണം. പക്ഷേ എല്ലാത്തിനും അത് അങ്ങനെ ആവണമെന്നില്ല. ചിലത് നന്നായിട്ട് സംഗീതം ഉപയോഗിക്കുന്നവരുണ്ട്. ചില വളരെ പ്രശസ്തരായ ചില ആൾക്കാർ പിന്നെ സംഗീതം ചെയ്തിട്ട് അപ്പോൾ സാക്കിർ ഹുസൈൻ സിനിമയ്ക്ക് സംഗീതം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ തബലയിൽ അങ്ങനെയുള്ള ഒരാളായിരുന്നു. അതുപോലെ ചൗരസ്യ അരവിന്ദൻ്റെ പടത്തിന് സംഗീതം ചെയ്തതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ അവർ അങ്ങനെയുള്ള ലെജൻസ്, അതിനനുസരിച്ചൊക്കെ ആ തലത്തിലേക്ക് ഉയർത്താൻ അവർ കഴിയും. നമ്മളിപ്പോൾ കണ്ടുവരുന്നത് പലപ്പോഴും ഈ തട്ടുപൊളിപ്പൻ സ്റ്റൈലിലുള്ള പരിപാടികളാണ്. പാട്ടും നൃത്തവും അതുപോലുള്ള ഉപകരണങ്ങളുടെ ഒരു ആധിക്യമൊക്കെയാണ് പലപ്പോഴും. മറ്റെല്ലാത്തിനെയും വിഴുങ്ങുന്ന രീതിയിലേക്ക്, കഥാപാത്രങ്ങളുടെ സംഭാഷണത്തെയും മറ്റ് പലതിനെയും വിഴുങ്ങുന്ന രീതിയിലേക്ക് പിന്നെ സംഗീതം മാറുമ്പോൾ, ഉപകരണങ്ങളുടെ ഈ ആധിക്യം ഉണ്ടാകുമ്പോൾ പലപ്പോഴും അത് അരോചകമായിട്ട് തോന്നും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാത്തിനെയും സഹായിക്കുന്ന രീതിയിലാവണം, നടനെ സഹായിക്കുന്ന രീതിയിലാവണം ബാക്കി എല്ലാ സാങ്കേതിക അംശങ്ങളും. ഇതൊന്നുമില്ലാതെ കൃത്യമായി ആരുടെയും സഹായമല്ലാതെ നടന്ന് പ്രകടനം നടത്താൻ കഴിയും. അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റും നല്ലൊരു സംവിധാനമുണ്ടെങ്കിൽ ഈ പറഞ്ഞ സങ്കേതങ്ങളുടെ അഭാവത്തിലും കാര്യങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും.